നിയോനേറ്റൽ സ്പെഷ്യലിസ്റ്റ് വന്ന് പറഞ്ഞു, കുഞ്ഞ് കരയാൻ ചാൻസ് കുറവാണ്, കുഞ്ഞിന് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഉണ്ടാവുന്ന. എനിക്ക് അങ്ങ് ആകെ ടെൻഷനായി. കാരണം 5 മിനിറ്റും കൂടി കഴിഞ്ഞ് എന്നെ തിയേറ്ററിലേക്ക് മാറ്റുകയാണ്. ഞാനും എൻ്റെ ഹസ്ബൻഡുമാണ് ആ സമയത്തുണ്ടായിരുന്നത്. എന്നെ തിയേറ്ററിലേക്ക് മാറ്റി. ഹസ്ബൻഡ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് ലൂക്കോസ് 1:49 ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നുവെന്നും, അതുപോലെ തന്നെ ലൂക്കോസ് 1-ാം അധ്യായം അമ്മ മാതാവ് യേശുക്രിസ്തുവിന് ജന്മം നൽകിയതും അമ്മ മാതാവ് സഹിച്ച ത്യാഗങ്ങളും എൻ്റെ ഹസ്ബൻഡ് എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. എനിക്ക് ആകെ ടെൻഷനായി. കാരണം ആ റൂം മൊത്തം ഡോക്ടേഴ്സാണ്. എൻ്റെ ന്യൂറോളജിസ്റ്റും ഓൺകോൾ അങ്ങനെ ഫുൾ ഡോക്ടേഴ്സാണ്. എന്താണ് കുഞ്ഞ് പുറത്തെടുക്കുമ്പോൾ എന്താണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെയും അമ്മ മാതാവും തിരുക്കുമാരൻ്റെയും സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. കാരണം കുഞ്ഞ് പകുതി പുറത്തേക്ക് അവർ C-സെക്ഷൻ ചെയ്ത് പകുതി പുറത്തേക്ക് അവർ കുഞ്ഞിനെ എടുത്തപ്പോഴേക്കും കാറി പൊളിച്ചുകൊണ്ടാണ് എൻ്റെ കുഞ്ഞ് പുറത്തേക്ക് വന്നത്. അവൾ ചിരിച്ച് ഒരു കാറി പൊളിച്ച് കൈയും പൊക്കി. ഡോക്ടേഴ്സ് അവൾ പറഞ്ഞു, ഷീ ഈസ് റിയലി എ മിറാക്കിൾ ബേബി എന്ന് പറഞ്ഞിട്ടാണ് ഡോക്ടേഴ്സ് അവളെ മാറ്റിയത്. അവളെ വൈപ്പ് ചെയ്ത് എൻ്റെ അടുത്തേക്ക് തന്നെ കൊണ്ടുവന്നു. നിയോനേറ്റൽ ഐസിയുലേക്ക് മാറ്റുമെന്ന് പറഞ്ഞെടുത്ത് എൻ്റെ അടുത്തേക്ക് തന്നെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് തമ്പുരാൻ കൊണ്ടു തന്നു. അന്ന് വൈകിട്ട് പിന്നെ എനിക്ക് സീഷൻ്റെ മുമ്പായിട്ട് വരുന്ന ഓറ പോലെ വന്നു. പക്ഷേ വിശ്വാസ പ്രമാണത്തിൻ്റെയും പ്രാർത്ഥനയുടെ ശക്തി കൊണ്ട് എനിക്ക് സീഷറൊന്നും വന്നില്ല. ആ ഒരാഴ്ചത്തോളം എനിക്ക് ഹോസ്പിറ്റലൈസ്ഡ് ആവേണ്ടി വന്നു. എനിക്ക് ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിനെ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം, എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷേ അവൾക്ക് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്താൽ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം തൊട്ടേ ഇവൾക്ക് ഞാൻ ഇവിടെ ധ്യാനത്തിലുള്ള ആവേ മരിയ എന്ന് പറഞ്ഞ പാട്ട് ഞാൻ വയറ്റത്ത് വെച്ച് കേൾപ്പിക്കുമായിരുന്നു. അതുപോലെ എപ്പോഴും എൻ്റെ ഹസ്ബൻഡ് വയറ്റത്ത് കൈ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇവൾ ഉണ്ടായി. ഇപ്പോഴൊക്കെ ധ്യാനം വെക്കുമ്പോഴേക്കും നമ്മളിരിക്കുന്നേക്കാളും മുമ്പ് ഞങ്ങൾ ആമി എന്നാണ് വിളിക്കുന്നത്. ആമി മുട്ടുമ്മ വന്ന് നിന്ന് കൈ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ ചുമ്മാ പാടിക്കൊണ്ട് നടക്കും. ആവേ മരിയ എന്നൊക്കെ പറഞ്ഞ് പാടിക്കൊണ്ട് അവൾ നടക്കും. അങ്ങനെ ഇലോറ എന്നാണ് പേരിട്ടത്. അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് മൈ ഗോഡ് ഇസ് മൈ ലൈറ്റ് എന്നാണ്. അങ്ങനെ ഒരു മീനിങ് കണ്ടുപിടിച്ച്, കാരണം ദൈവത്തോട് ചോദിച്ച് വാങ്ങിയതാണ് ഞാൻ.